മനോഹരം, മഹത്തരം. ഇത്രയും വലിയൊരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് ഞങ്ങളുടെ സമൂഹത്തിന് അങ്ങയോട് ഒത്തിരി നന്ദിയുണ്ട്. നിശ്ചയമായും ദൈവം അങ്ങേക്ക് പ്രതിഫലം നൽകും. ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെ. നീ ഒരു വലിയ കാര്യം ചെയ്തിരിക്കുന്നു. എന്റെ കയ്യിലുള്ളതെല്ലാം ദൈവത്തിൽ നിന്നാണ്. അതെ, വിശുദ്ധ ലിഖിതം പറയുന്നു, ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എന്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുകയും. അനുഗ്രഹീതരെന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമാകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. യജമാനെ, 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 യജമാനെ. എന്താണ് കാര്യം? അങ്ങയുടെ സേവകൻ. എന്ത് സംഭവിച്ചു? ഇപ്രകാരം പനി വന്നവരെല്ലാം മരിച്ചു. രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. അവൻ മരിക്കാൻ പോവാന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ ഒരത്ഭുതം നടക്കണം. ദൈവത്തിന് മാത്രമേ അത് സാധിക്കൂ. ഞാൻ വിശ്വസിക്കുന്നു, ദൈവം നമ്മെ സഹായിക്കും. ഞാൻ യേശുവിനെ കാണാൻ പോകുന്നു. അവൻ കഫർനാമിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടു. എന്റെ മകനെ, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. അവൻ നമ്മെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല. കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. ഇതുപോലൊരു പ്രബോധനം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ഓ, എന്തൊരു ജ്ഞാനം! അതെ അതെ, ഒരു പുതിയ അറിവ്, ദൈവിക ജ്ഞാനം. വലിയ ഉൾക്കാഴ്ച തരുന്ന ദൈവിക ജ്ഞാനമാണ് അവൻ പഠിപ്പിക്കുന്നത്. അവന്റെ വാക്കുകൾ അനുകമ്പ നിറഞ്ഞതും ശക്തവുമാണ്. അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. എനിക്ക് നല്ല സൗഖ്യം തോന്നുന്നു. ശതാധിപൻ എന്തിനാണ് അവൻ ഇവിടെ വന്നത്?
കർത്താവേ, എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. കർത്താവേ, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗ് പണിത് തരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. എന്ത്? അവൻ ഒരു വിജാതീയന്റെ വീട്ടിൽ പോകുന്നെന്നോ? ദൈവത്തിന് പക്ഷഭേദമില്ല. ഞാൻ എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണ്. ആര് എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും ഞാൻ അവരുടെ കരച്ചിൽ കേൾക്കും. ഞാൻ അവരുടെ ദൈവമായിരിക്കും. പക്ഷേ അവനൊരു പാപിയാണ്, ഒരു വിജാതീയൻ. അതുകൊണ്ട് തന്നെ അവൻ ഇതിന് യോഗ്യനല്ല. അതെ, അവനും ദൈവപിതാവിന്റെ മകനാണ്. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? വരൂ, നമുക്ക് പോകാം. കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അപരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, അത് സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ വാക്കുകൾ നിറവേറും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ഇത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ നിറവേറും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അതേ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അവൻ സുഖം പ്രാപിക്കുകയാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കർത്താവ് അവനെ സുഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് അവന് സൗഖ്യം നൽകിയിരിക്കുന്നു. എന്റെ കർത്താവേ, അവിടുന്ന് അത്യുന്നതനാണ്. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു.
കർത്താവേ, കർത്താവേ. നോക്ക്, അവന് നല്ല ഭേദമുണ്ട്. അവൻ സംസാരിക്കുന്നു. കർത്താവ് അവനെ സുഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് അവന് സൗഖ്യം നൽകിയിരിക്കുന്നു. യേശുവേ, യേശുവേ. യേശുവേ, 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 യേശുവേ. വരൂ, നമുക്ക് യജമാന്റെ അടുക്കൽ ചെന്ന് ഈ വിവരം അറിയിക്കാം. എന്റെ കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. അവിടുന്ന് എന്റെ കർത്താവും ദൈവവുമാണ്. യേശു അവനെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അതേ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. പോയിക്കൊള്ളുക. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രഭോ, അവൻ പൂർണ്ണമായും സുഖം പ്രാപിച്ചിരിക്കുന്നു. എന്റെ കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഏത് സമയത്താണ് അവൻ സുഖപ്പെട്ടത്? ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയായി കാണും. എന്റെ കർത്താവേ, അവൻ എനിക്ക് സ്വന്തം മകനെ പോലെ ആയിരുന്നു. മരണാസന്നമായ രോഗത്തിൽ നിന്ന് അവനെ സുഖപ്പെടുത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാനും എന്റെ കുടുംബവും നിന്നിൽ വിശ്വസിക്കുന്നു. നീ ലോകരക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും എന്റെ കുടുംബവും നിന്നെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കർത്താവും ദൈവവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പോയിക്കൊള്ളുക. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. Man shall not live on bread alone, but on every word that comes from the mouth of God. Let the children come to me. Jesus Wonder is a project from my own heart. This will guide your children to goodness, a divine treat for their soul, purity for their mind and wisdom for their future. Jesus Wonder, I love it.